തരിച്ചാൻ പറ്റൂടാ കുഞ്ഞഴിമീൻ്റെ സുഖല്ലാത്ത ചെറുക്കനെ 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 ചീരമണലും കുഞ്ഞാണി തരിച്ചാൻ പറ്റുമോ? തരിച്ചാതെ ആ തേപ്പിനാറ്റൂല എങ്ങനെയാ കുഞ്ഞനെ പറ്റുമോ? പെരീക്കൊരു ലോഡ് വേണ്ടീനി. ആ ചീര പെരീക്കൊരു ലോഡ് വേണം കേട്ടോ. ഉടിച്ച് ചടിച്ചോ? ആ ഞാൻ പറയട്ടോ. വില 25 അമ്മയാണ്. ഏനെ പൂട്ടിനോ? അങ്ങണ്ട് മണല് മണലാണല്ലേ എത്ര രൂപേൻ്റെ നമ്പറോ പറഞ്ഞ ആസിക? 99 98 52 56 94. എന്റെ GC ഇവിടക്ക എത്തൂല. GC ധാരട് ധാര ചാടി കടന്ന ആ കുഞ്ഞായ്മീകാരം ആ കുഞ്ഞായ്മീന്റെ ആ സുഖല്ലാത്ത ആ ചെറുക്കന് ഹാ ചീര മന്ദ കുഞ്ഞാണി ഹാ ആ ചീര മന്ദ കുഞ്ഞാണി ഹാ പെരീക്കൊണ്ട് പെരികൊണ്ടർക്ക് GC പിടിപ്പിച്ചണോ? GC അതിനെ കൊണ്ടൊക്കെ മുതലായിക്കണ് പിന്നെ എനിക്ക് ഇതിൽ കൂടെ പോണ്ടേ? ഇതിൽ കൂടെ പോകണ്ട എനിക്ക് ഇതിൽ കൂടെ പോണ്ടേ? പോണ്ടേ? സുനാമി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയും സുനാമി എന്ത് ചെയ്യണം? GCയിൽ കിടക്കണം. ഇതന്നെ നല്ല പിരാന്തണ്ടാണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞാമീന് ജന്യാസം വെക്കട്. തേപ്പിനാണോ അതിനാണോ? ക്ലാസ് എടുക്ക് കൊറേ പഠിച്ചു. മീഡിയം ആണൽ ഏഴാത്തിനോ? അടിച്ചോ? അവിടെ മന്ദ ജിബന്റെ അടുക്ക് വില കുറച്ചില്ല കേട്ടോ. ആകുമ്പോ മോശമായിക്കണേ നജീന്റെ അടുക്ക്. ആ ഇജാന്റെ കമ്മീഷനൊന്നും എടുക്കാതെ അയലോക്കല്ലേ പിന്നെ എത്ര പേന്റെ കണക്ക്? പിന്നെ മണലൊന്നും എല്ലായിടത്തും കിട്ടാണ്ട് അത് ഞാൻ ഈ ആർത്തിനൊന്നും ഇട്ടിങ്ങി 500 മണലാവുമ്പോ പറ്റിച്ച് ആ കോട്ടി കഴിക്കണ മന്ത കേട്ടില്ല. 1000 GC തരണമേ. പടച്ചോന കുഞ്ഞാമീന് നല്ല ബുദ്ധി കൊടുക്കണമേ. യുദ്ധം വെട്ടേ വള്ളം വെട്ടിയ മണലിട്ടാന്ന് കേട്ടിട്ടുണ്ട്. ഇതത്തെ യുഗാസിന്ന് പള്ളിക്കെന്ന് പറഞ്ഞതാണ്. നമ്മളെ
ഇനിയും ആര് കുഞ്ഞാമീന് പോയൊക്കെ വന്നാ കുഞ്ഞാമീനെ ഇവിടെ ഇങ്ങനെ പെരറ്റിക്കണെങ്കിലേ കടക്ക മുതല് എല്ലാ സാധനം വരെ മണലേറ്റ് അനക്കാ കമ്പുണ്ടോ ഇവിടെ പേരേറ്റാളൊരു കമ്പ് അതല്ല നോണല്ലേ എത്ര വട്ടം പറഞ്ഞിങ്ങനെ എത്ര വട്ടം ഇങ്ങോട്ട് പറഞ്ഞിങ്ങനെ ഇജ്ജ് പറഞ്ഞിങ്ങനെ ഇവിടെ ഒരു പേരും വേണിട്ട് മണലോണ്ട് ഒരു ജീസി വേണം ഒരു ടൂറാണെന്നോ എന്ത് ടൂറ് ഇതൊക്കെ നെറ്റ് കയറലേ നെറ്റ് മണലും ഇത് ഫുള്ള് കല്ല ഇത് ഫുള്ള് കല്ല് മണലേറ്റൊക്കെ ഇതൊക്കെ ഫുൾ കല്ല് ഇറ്റടിച്ചു ഞാൻ ഓട്ടുമ്പോ ഇറ്റടിച്ച് ഇഞ്ഞോടായിട്ടില്ല ഇവിടെ എന്നാ നോക്കര നമുക്ക് കണ്ണിക്കാണു കുണ്ടൊക്കെ കണ്ടിട്ട് കജ്ജും കാണുന്നില്ല അറ്റ തള്ളില്ല എനിക്ക് ബാബ കുഞ്ഞാമി ഒന്നും കൂടി ഒന്നും കൂടി കുഞ്ഞാമി അന്ന ഒന്നും കൂടി കുഞ്ഞാമി കുഞ്ഞാമി അന്ന ഒന്നും കൂടി ഉണ്ടാക്കേണ്ടി വരും മനുഷ്യന്മാർക്ക് ആകെ ഒരു അബദ്ധം പറ്റുള്ളൂ അത് കുഞ്ഞാമീന് പറ്റിയതല്ലേ ആ കുഞ്ഞായ്മീന്റെ സുഖല്ലാത്ത ചെറുക്കന് മാഫിയ കണ്ടുപിടിച്ച വന്ദനാർഷത് ഐരാണി അണിയായി നടന്നു വരുന്നു സീകളായി ലോഡുകളേറെ അടിച്ചൊരു ജന്മം 1000 ജീസികൾ ഒരുപാട് അടിച്ച് ഗിന്നസ് ബുക്ക് തകർത്തൊരു ജന്മം കുഞ്ഞൈമീൻ്റെ 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 കുഞ്ഞൈ മണൽ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന കളിക്കാരുമായി പരിചയപ്പെടുക. ജയ്സി നമ്പർ 4 GC 1000. പേര് അർഷദ് ശിബിരെ. വട്ടപ്പേര് ചീരക്കുഞ്ഞാണി. ചീരക്കുഞ്ഞാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന GC മുതലാളി മങ്ങാട് പാടത്ത് വെച്ച് മണൽ കയറ്റുന്നതിനെ പിടിയിലായി. SIC അലവിയുടെ തല പൊട്ടിച്ച മന്ദ അർഷദ് മഞ്ഞക്കാട് കാണിച്ചു കൊടുത്ത് കഴിച്ചിലായി. കോടതിയിൽ ഞാൻ സുഖമില്ലാത്ത ചെറുക്കനാണെന്ന് കുഞ്ഞാമീന്റെ വാപ്പ സമ്മതിച്ചതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമായെങ്കിലും അലവിയുടെ തല പൊട്ടിച്ചത് അലവിക്ക് വിഷമം നേരിട്ടു. അലവിയുടെ വിഷമം തീർക്കാൻ വേണ്ടി കുഞ്ഞാമീന്റെ മനസ്സിൽ ലഡുകൾ പൊട്ടിത്തുടങ്ങിയപ്പോൾ ചീരക്കുഞ്ഞാണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വന്ദനർഷദ് ഇതാ മണലുകൾ നോക്കി മണല് നോക്കി ചീര കുഞ്ഞാണി മണൽ നോക്കി തിന്നുകൊണ്ട് അഭിപ്രായം പറയുകയാണ്. ആ മണൽ എന്തിനു പറ്റും? വായിലേട്ട് ഇട്ട് മണൽ കൊണ്ട് നമുക്ക് 2 തരങ്ങൾ, ഒന്ന് വീട്, ഒന്ന് പല്ല് തേക്കാൻ ഉപയോഗിക്കാം. പല്ല് തേക്കൽ എങ്ങനെയെന്ന്, മണൽ കൊണ്ട് പല്ല് തേക്കൽ എങ്ങനെയെന്ന് ചീരക്കുഞ്ഞാണി കാണിച്ചു തരും. ഇടത്തെ കൈയിൽ മണലെടുത്ത് വലത്തെ കൈയിലാക്കി വലത് കൈയിന്റെ ചൂണ്ടാൻ വിരൽ മടക്കി വെച്ച് ബാക്കിയുള്ള വിരൽ കൊണ്ട് തൊള്ളയിലിട്ട് വരച്ച് പിന്നെ വരച്ച് വെള്ളം തേച്ച് പിന്നെ താഴത്തേക്കൊണ്ട് തുപ്പ് പല്ലും പോന്ന് പിന്നെ തേക്കാൻ പല്ലില്ലാതെ ചീരക്കുഞ്ഞാണി ശുഭം നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി സമർപ്പിക്കുന്നു. മണൽ പിരാന്തൻ ചീരക്കുഞ്ഞാണിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും. ചീരക്കുഞ്ഞാണിയുടെ കഥ ഇവിടെ കഴിയുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ചെറിയൊരു ഭാഗം. അടുത്ത എപ്പിസോഡ് നാളെ.